രാവണപ്രഭു ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ 2025 എല്ലാം കൊണ്ടും മോഹൻലാൽ തൂക്കിയ വർഷം. അത് റീ റിലീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എമ്പുരാനും തുടരും ഹൃദയപൂർവ്വം പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായിക്കോട്ടെ, ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, എല്ലാം കൊണ്ടും 2025 ഒറ്റയാനായിട്ട് മോഹൻലാൽ കുതിപ്പ് നടത്തുന്ന വർഷമാണ്. എന്തായാലും രാവണപ്രഭുവിന്റെ റിലീസ് അതിഗംഭീരമാണ്. കാരണം മോഹൻലാലിന്റെ റീ റിലീസ് കണ്ട് പഠിക്കണം ബാക്കിയുള്ള താരങ്ങൾ എന്നുള്ളതാണ്. കാരണം കൃത്യമായി ആരാധകർ പ്രതീക്ഷിക്കുന്ന ചിത്രം കൃത്യരീതിയിൽ നല്ല രീതിയിൽ അത് റിലീസ് ചെയ്യുന്നു. നല്ല തിയേറ്ററിൽ, നല്ല പ്രിന്റിൽ, 4K അറ്റ്മോസിലൊക്കെ നല്ല പ്രിന്റ് റിലീസ് ചെയ്യുന്നതൊക്കെ ഉള്ളത് മോഹൻലാലിന്റെ ചിത്രങ്ങൾ റീ റിലീസിന് ഭയങ്കര വാല്യൂ ഉള്ളതാണ്. സാധാരണ ചിത്രങ്ങൾ ഇറങ്ങുന്നതിനെക്കാട്ടി കളക്ഷൻ മോഹൻലാലിന്റെ റീ റിലീസിന് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വലിയ കാര്യം. മണിച്ചിത്രത്താഴ്, സ്ഫടികം, ദേവദൂതൻ, ഇങ്ങനെയുള്ള സിനിമകളല്ലേ, ചോട്ട മുംബൈ, അതിനുശേഷമാണ് ഇപ്പം രാവണപ്രഭു. എന്തായാലും രാവണപ്രഭു റീ റിലീസിൽ ഏറ്റവും ടോപ്പ് കളക്ഷൻ കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്.